ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊളിഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ കൊളിഷൻസിൽ തന്നെ നമുക്ക് സിസ്റ്റം ഫ്രെയിം ഓഫ് റെഫറൻസ് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊരു ഐഡിയ പറഞ്ഞിരുന്നു. അതായത് ലാബ് സിസ്റ്റം ഒന്നും ഓക്കെ ലാബ് സിസ്റ്റം ഒന്നും അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസ് സിസ്റ്റം ഒന്ന് രണ്ടായിട്ട് നമുക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ് എന്ത് ചെയ്തത് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ആ ഒരു റിലേഷൻ, അതായത് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ലാബ് സിസ്റ്റത്തിലെയും സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലെയും വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് നമ്മളവിടെ റിലേറ്റ് ചെയ്തു. ഒരു ഇക്വേഷൻസ് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് അവിടെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ നമുക്ക് V1 എന്നും V1 അതുപോലെ തന്നെ V1 ഡാഷ് ഓക്കെ V1 ഡാഷ് അതുപോലെ തന്നെ V ഇതുപോലത്തെ കുറച്ച് വെലോസിറ്റീസ് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഈ വെലോസിറ്റീസിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ സ്റ്റഡി ചെയ്യണം. ഓക്കെ, വെലോസിറ്റി അതായത് V1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സ്കാറ്റേർഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെന്റർ ഓഫ് മാസിനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് നമുക്ക് അവിടെ V എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റീസ് അല്ല ഫൈനൽ വെലോസിറ്റീസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കേണ്ട ഈ ഒരു ഫിഗർ ഞാൻ പറയുന്ന ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് അവിടെ ഡ്രോ ചെയ്യേണ്ടത്. അതായത് എന്താണ് വെലോസിറ്റീസിന്റെ, അതായത് ഈ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെയും ലബോറട്ടറി സിസ്റ്റത്തിന്റെയും വെലോസിറ്റി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഒരു ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ഈ ഒരു ലാബ് സിസ്റ്റം സെന്റർ ഓഫ് മാസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേസ് 1 ഇവിടെ V1 ഡാഷ് വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ V, അതായത് V1 ഡാഷ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്കാറ്റർ ചെയ്ത പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ്. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ഒരു ടാർജറ്റ് ഉണ്ട്. ഓക്കെ, M2 മാസുള്ള ഒരു ടാർജറ്റിൽ എന്ത് ചെയ്യുന്നു, ആ M1 മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, M1 മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്യുന്നു. ആ ഒരു സമയത്തോടെ എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്തവർ പോകുന്നുണ്ട്. അപ്പോൾ സ്കാറ്ററിംഗിന് ശേഷം സ്കാറ്റർ ചെയ്ത പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നമ്മൾ V എന്ന് കാണിച്ചിരിക്കുന്നത്, V1 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ് ഇവിടെ വന്ന് സെന്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ, ഓക്കെ, സെന്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ആ ഒരു റെസ്റ്റിംഗ് ഇരിക്കുന്ന ആ ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നമ്മളോട് V എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ വെലോസിറ്റി സെന്റർ ഓഫ് മാസ് സിസ്റ്റം എന്നൂടെ പറയാം. കാരണം റെസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ വെലോസിറ്റി നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് ഇതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ഗ്രാഫിക്കൽ എന്നല്ല, ഒരു ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇതാണ് ഈ ഒരു കേസിന്റെ ഈ ഒരു V1 ഡാഷ് ഗ്രേറ്റർ ദാൻ V എന്ന് പറയുന്നതിന്റെ ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇത് ഈ ഒരു പാർട്ടിക്കിളിൽ നമ്മൾ സർക്കിൾ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഒരു സർക്കുലർ ഷേപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ സർക്കിളിന്റെ സെന്ററിന്, ഓക്കെ, ഇത് നമ്മൾ വെക്ടർ ഡയഗ്രം ഒക്കെ പഠിക്കുമല്ലോ, വെക്ടർ റെപ്രസെന്റേഷൻ, ഇങ്ങനെ വെക്ടേഴ്സ് ഒക്കെ വരച്ചിട്ട് വെക്ടർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പൊ അതുപോലെ ഒരു ഫിഗർ ആണ് കേട്ടോ. അല്ല നമ്മുടെ പാർട്ടിക്കിൾ ഒന്ന് കൊളൈഡ് ചെയ്യുന്ന അതിൽ നിന്നുമല്ല, ജസ്റ്റ് ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജോമെട്രിക്കൽ ഷേപ്പിൽ നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വെലോസിറ്റീസും അതുപോലെ തന്നെ സ്കാറ്ററിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഇതിനകത്ത് ഇപ്പോൾ വരുന്നില്ല. ജസ്റ്റ് അതെങ്ങനെ ആ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, കേസ് 1 ഉണ്ട്, V1 ഡാഷ് ഗ്രേറ്റർ ദാൻ V എന്ന് പറയും. അപ്പൊ അത് നമുക്ക് ഈ ഒരു സർക്കുലർ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ സെന്റർ O എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസ് ആണ്. ഓക്കെ, ആ ഒരു പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്, സെന്റർ ഓഫ് മാസ്. ഓക്കെ, അതാണ് O എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, OP എന്ന് പറയുന്ന ലൈൻ, OP എന്ന് പറയുന്ന ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന വെലോസിറ്റി വെക്ടർ ആണ്. ഏത് വെലോസിറ്റി വെക്ടർ ആണ് അത്? V1 ഡാഷ് എന്ന് പറയുമ്പോൾ സ്കാറ്റർ ചെയ്ത പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വെക്ടർ ആണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ. ഓക്കെ, സ്കാറ്റേർഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ V1 കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, V1 ഡാഷ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇത് OP എന്ന് പറയുന്നതാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അവിടെ ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഇതിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയാൻ കാര്യം ഇതെന്താ, റേഡിയസ് ആണ്. കണ്ടോ, ഇത് ഈ ഒരു സർക്കുലർ ഷേപ്പിന്റെ റേഡിയസ് ആണ് ഈ V1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഇതില് ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഇതിപ്പോ നമ്മൾ വേണമെങ്കിൽ നോക്കി ഇംപെഡൻസ് ട്രയാംഗിൾ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ 12th ഈ ഒരു ഇലക്ട്രോണിക്സിൽ ടോട്ടൽ ഇംപിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇലക്ട്രോണിക്സ് സെക്ഷൻ വരുന്ന സമയത്ത് ടോട്ടൽ ഇംപിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വെക്ടർ റെപ്രസെന്റേഷൻ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, 1-2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വെക്ടർ ലോ അഡിഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം,
അഡിഷൻ ലോസ് യൂസ് ചെയ്ത് അതിനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് വെലോസിറ്റീസിനെ എല്ലാം എന്ത് ചെയ്യുക, വെക്ടേഴ്സ് ആയിട്ടിനകത്ത് റെപ്രസെന്റ് ചെയ്യുക, ഈ ഒരു ഡയഗ്രത്തിനകത്ത് റെപ്രസെന്റ് ചെയ്യുക, അത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ V1 എന്ന് പറയുന്നത് OP എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷൻ, ഓക്കെ, OP എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ഷൻ അവിടെ കാണിക്കുന്ന നമ്മുടെ V1 ഡാഷ് എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ, സ്കാറ്റർ ചെയ്തു പോയ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഇനി അതേപോലെ തന്നെ അതിന്റെ ആ ഒരു ഡയറക്ഷൻ, ഇതിപ്പോ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനാണ് ഇരിക്കുന്നത്, അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനോട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ M1 എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്കിളാണ് സ്കാറ്റർ ചെയ്ത് പോയത്. ഓക്കെ, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോയ ഒരു പാർട്ടിക്കിൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു പാർട്ടിക്കിൾ എത്ര ഡിഗ്രിയിലാണ് അവിടെ സ്കാറ്റർ ചെയ്ത് പോയത്? ഓക്കെ, അപ്പൊ എത്ര ഡിഗ്രി സ്കാറ്റർ ചെയ്ത് പോയി, എത്ര ഡിഗ്രി പോയി നോക്കുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ തീറ്റ ആംഗിൾ ഇവിടെ മെഷർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തീറ്റ ആംഗിൾ മെഷർ ചെയ്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. അപ്പോൾ അത്രയിലാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് അപ്വേർഡിൽ വരും. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ ഒന്ന് ഇൻക്ലൈൻ ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഈ ഒരു OP എന്ന് പറയുന്ന ആ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണിക്കുന്നത്. ഇനി ഇതില് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു O'P എന്ന് പറയുന്ന ഒരു ലെങ്ത് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് നോക്കുമ്പോൾ ഈ ലെങ്ത് കണ്ടോ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ O' മുതൽ ഈ P വരെയുള്ള ലെങ്ത്. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്താണ്, ഏകദേശം നമുക്ക് ഈ ഒരു OPയുടെ ലെങ്തിന് തുല്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് വെലോസിറ്റീസ് സ്കാറ്ററിംഗിന് മുമ്പ് സ്കാറ്ററിംഗിന് ശേഷം അവിടെ ഏകദേശം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ V1 എന്ന് പറയുന്ന ഈ ഒരു വെലോസിറ്റി, അതായത് അത് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലുള്ള ഈ ഒരു വെലോസിറ്റി. ഓക്കെ, ഈ V1 ഡാഷ് സെന്റർ ഓഫ് മാസിലുള്ളതും D1 എന്ന് വെച്ചാൽ ലബോറട്ടറി സിസ്റ്റത്തിലുള്ള നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നോക്കുമ്പോൾ ഈ ലെങ്തും ഏകദേശം എന്തായിരിക്കും നമുക്ക് അവിടെ സിമിലർലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. That is the locus of P. Okay, will be a circle whose radius is equal to the magnitude of the velocity V1. Okay, അപ്പോൾ ഇതിന്റെ ഈ ഒരു കംപ്ലീറ്റ് സർക്കിൾ, എൻ്റയർ സർക്കിളിലും നമുക്ക് എവിടെ വരച്ചാലും ഈ V1 ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സർക്കുലർ ഷേപ്പ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, അതിന്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഇതില് ഈ ഒരു വെലോസിറ്റി വെക്ടർ, ഓക്കെ, മൂന്നാമത്തെ ഒരു വെലോസിറ്റി വെക്ടർ, റിസൾട്ടന്റ് വെലോസിറ്റി, അതായത് ഈ V എന്ന് പറയുന്നത് ശരിക്കും നമുക്കിവിടെ കിട്ടുന്നത്, നമ്മൾ ആ കഴിഞ്ഞ ദിവസം പഠിച്ച ഇക്വേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ V1 is equal to V1 ഡാഷ് പ്ലസ് ബി. ഓക്കെ, ഇങ്ങനെയായിരുന്നു. ഓക്കെ, V1 ഡാഷ് പ്ലസ് ബി എന്നാണ് കിട്ടുന്നത്. അതായത് V എന്ന് വെച്ചാൽ ഈ ലാബ് സിസ്റ്റം സെന്റർ ഓഫ് മാസ് സിസ്റ്റം നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി, രണ്ട് ഫ്രെയിംസ് നമ്മൾ മൂവ് ചെയ്ത വെലോസിറ്റിയാണ് V എന്ന് പറയുന്നത്, റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയാം. അതെന്ന് വെച്ചാൽ എന്താണ്, ലബോറട്ടറി സിസ്റ്റവും ഇത് സെന്റർ ഓഫ് മാസ് സിസ്റ്റം, ഇത് ലബോറട്ടറി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആ വെലോസിറ്റികളുടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ അവിടെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു, ഗലിലിയൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ ഡെറൈവ് ചെയ്ത് നമ്മൾ കൊണ്ടെത്തിച്ചത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഈ ഒരു വെലോസിറ്റി വെക്ടറായ V നമുക്ക് എന്ത് ചെയ്യും, അത് ഈ സർക്കിളിനകത്ത് നിൽക്കും. ഇനി അടുത്ത് ഞാൻ ഒരു സെക്കൻഡ് കേസ് പറയും. അപ്പോൾ ആ ഒരു സെക്കൻഡ് കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ V എന്ന് പറഞ്ഞ ഈ വെലോസിറ്റി ഉണ്ടല്ലോ, ഈ ഒരു വെലോസിറ്റി ഇത് ശരിക്കും നമുക്ക് ഈ സർക്കിളിന്റെ പുറത്ത് വരും. ഓക്കെ, ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് ഈ ഒരു V1 ഡാഷ് എന്ന് പറയുന്ന വെലോസിറ്റി, ഓക്കെ, V1 ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു വെലോസിറ്റിയുടെ വാല്യൂ V യെ കാട്ടിയും കൂടുകയാണെങ്കിൽ, ഓക്കെ, അവിടെ എന്ത് ചെയ്യും, ഈ V എന്ന് പറയുന്ന ഒരു സർക്കിളിനകത്ത് തന്നെ, ഈ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു സർക്കിളിനകത്ത് തന്നെ എന്ത് ചെയ്യും, അത് അവിടെ ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഈ ഒരു തീറ്റ എന്ന് പറയുന്ന വാല്യൂസിന്, ഓക്കെ, തീറ്റ വാല്യൂ ഇവിടെ ഉണ്ട്. തീറ്റയ്ക്ക് ഒരു 5 വാല്യൂ വരത്തുള്ളൂ. അതായത് തീറ്റയ്ക്ക് മൾട്ടിപ്പിൾ 5 വാല്യൂസ് അവിടെ എന്ത് ചെയ്യത്തില്ല, പോസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 5 വാല്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ തീറ്റ വാല്യൂ വരത്തുള്ളൂ. മൾട്ടിപ്പിൾ തീറ്റ വാല്യൂസ് എന്ത് ചെയ്തില്ല, അവിടെ പോസിബിൾ ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു സിസ്റ്റത്തിൽ ഈ V1 എന്ന് പറയുന്ന അവിടുത്തെ ലബോറട്ടറി സിസ്റ്റത്തിന്റെ വെലോസിറ്റി ആയിരിക്കും. ഈ V1 ഡാഷ് എന്ന് പറയുന്ന അവിടുത്തെ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ വെലോസിറ്റി ആയിരിക്കും. V എന്ന് പറയുന്ന ഈ രണ്ട് ഫ്രെയിംസ് നമ്മൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ ഒരു പിക്ചറിനെ വെച്ച് അനലൈസ് ചെയ്ത് എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഈ ഒരു ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് 1 ആയിട്ട് എടുക്കുന്നത് എന്താണ്, കേസ് 1 എന്ന് പറയുന്നത് നമുക്ക് 3 വെലോസിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ
V1 എന്ന് പറയുന്നൊരു വെലോസിറ്റി. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം സിംപ്ലിഫൈ ചെയ്ത്. V1 എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്. അത് അവിടുത്തെ ലബോറട്ടറി സിസ്റ്റത്തിന്റെ വെലോസിറ്റിയാണ്. ഓക്കെ, ലാബ് സിസ്റ്റത്തിന്റെ. ഇനി V1 ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, V1 ഡാഷ് എന്ന് പറയുന്നത് അത് എന്തിന്റെ ആയിരിക്കും? അത് അവിടുത്തെ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ വെലോസിറ്റി ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു വെലോസിറ്റി V എന്ന് പറയുന്ന ഒരു വെലോസിറ്റി നമുക്ക് ഇവിടെ വന്നിരുന്നു. ഈ മൂന്നാമത്തെ വെലോസിറ്റി എന്തായിരിക്കും? ഈ മൂന്നാമത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വെലോസിറ്റി ബിറ്റ്വീൻ ഈ രണ്ട് കോർഡിനേറ്റുകൾ. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് ഫ്രെയിംസ് തമ്മിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് ഫ്രെയിംസ് തമ്മിൽ ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വെലോസിറ്റി നമ്മൾ എന്ത് V എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യും? സർക്കുലർ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ സെന്ററിലുള്ള ഈ O എന്ന് പറയുന്ന അതിന്റെ സെന്റർ ഓഫ് മാസ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് V1 വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഈ ഒരു V1 വെക്ടർ എന്തിനെ കാണിക്കുന്നുണ്ട്? സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് തീറ്റ ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത്? ആ സ്കാറ്ററിംഗ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു 5 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു തീറ്റ വാല്യൂ മാത്രമേ അവിടെ പോസിബിൾ ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ OP ഡാഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ O ഡാഷ് P എന്ന് പറയുന്നത് എന്താണ്? അത് അവിടുത്തെ ലാബ് സിസ്റ്റത്തിന്റെ വെലോസിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കേസ് 1 ആയിട്ട് ദാറ്റ് ഈസ് V1 ഡാഷ് വിൽ ബി ഗ്രേറ്റർ ദാൻ V ആണെങ്കിൽ, ഓക്കെ, V1 ഡാഷ് വിൽ ബി ഗ്രേറ്റർ ദാൻ V ആണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു V എന്ത് ചെയ്യും? സർക്കിളിനകത്ത് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സെക്കൻഡ് കേസ് നോക്കണം. ഓക്കെ, നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് കേസ് എന്താണെങ്കിൽ ഇവിടെ എഴുതരാം. ഇപ്പോൾ കേസ് 2 എന്താണെന്ന്. കേസ് 2 ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് V1 ഡാഷിന്റെ വാല്യൂ V1 ഡാഷ്. ഓക്കെ, V1 ഡാഷിന്റെ വാല്യൂ എന്തായിരിക്കും? വിച്ച് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ V ആയിരിക്കും. ഓക്കെ, ഈ ഒരു മോഡുലസ് കാണിച്ചിരിക്കുന്ന മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ നോക്കുന്നു ഉള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് ആ ഒരു മോഡുലസ് സിമ്പിൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് V1 ഡാഷ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, V1 ഡാഷ് വിച്ച് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ V ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 5 വാല്യൂവിന്, ഓക്കെ, ഒരു 5 വാല്യൂവിന് മൾട്ടിപ്പിൾ രീതിയിലുള്ള തീറ്റ വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് ഒരു 5ക്ക് ഒറ്റ തീറ്റ വാല്യൂ, ഓക്കെ, ഒരു 5 വാല്യൂവിന് ഒറ്റ തീറ്റ വാല്യൂ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇവിടുത്തെ കേസ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഈ സീറോ ഡാഷ് അല്ലെങ്കിൽ O ഡാഷ്, സീറോ അല്ല O ഡാഷ് എന്ന് പറഞ്ഞ ഈ ഒരു ലൈൻ എവിടെ നിൽക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു അതെന്തായിരുന്നു? ഇൻസൈഡ് ദ സർക്കിൾ ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ വരുന്ന സമയത്ത് അത് ഔട്ട്സൈഡ് ദ ഒരു സർക്കിളിന് എന്ത് ചെയ്തു? ഔട്ട്സൈഡ് സർക്കിളിലോട്ട് മൂവ് ചെയ്തു. ആൻഡ് ഇവിടെ വരുമ്പോൾ ഒരു 5 വാല്യൂസിന് മൾട്ടിപ്പിൾ രീതിയിലുള്ള തീറ്റ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പോസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ മീൻസ് അവിടെ നമുക്ക് രണ്ട് തരത്തിലാണ് വരുന്നത്. ഓക്കെ, രണ്ട് വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഫോർവേഡ് ഡയറക്ഷനിലോട്ടും മറ്റൊന്ന് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ. ഓക്കെ, അതാണ് തീറ്റ B എന്നും തീറ്റ F എന്നും എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു കേസ് എഴുതുക. കേസ് 2 ഇന്നതാണെന്ന് എഴുതുക. അതിനുശേഷം എന്ത് പറയണം? അവിടെ O ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു രീതിക്ക് തന്നെ ഈ ഒരു ഫ്ലോയിൽ തന്നെ നോക്കി പോവുക. അപ്പോൾ അതുപോലെ തന്നെ എക്സാമിനേഷൻ ചോദിക്കുക റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ്, വെലോസിറ്റി ഓഫ് ദ ലാബ് സിസ്റ്റം ആൻഡ് വെലോസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്രെയിംസ്. ഓക്കെ, റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ അവിടെ ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് കേസ് ആണെങ്കിൽ O ഡാഷിന്റെ വാല്യൂ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ആൻഡ് അവിടെ നമുക്ക് തീറ്റയ്ക്ക് ഫൈക്ക് രണ്ട് തീറ്റ വാല്യൂസ് വരുന്നുണ്ട്. ഒന്ന് ബാക്ക്വേർഡ് തീറ്റയും അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷന്റെയും, മറ്റൊന്ന് ഫോർവേഡ് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഈ രണ്ട് വാല്യൂസ് പോസിബിൾ ആണെന്ന് പറഞ്ഞല്ലോ തീറ്റയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ കേസിൽ ഈ ഒരു V1 ഡാഷ് വിച്ച് ലെസ് ദാൻ V ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ കേസിൽ നമുക്ക് രണ്ട് തീറ്റ പോസിബിൾ ആണ്. പക്ഷെ രണ്ട് തീറ്റ പോസിബിൾ ആണെങ്കിലും രണ്ടിലും ഈ V1 ഡാഷിന്റെ വാല്യൂസ് എന്തായിരിക്കും? കണ്ടോ, ഈ V1 ഡാഷിന്റെ വാല്യൂസ് രണ്ടിടത്തും നമുക്ക് അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ടു തീറ്റ വാല്യൂസ്, ഫോർ ടു തീറ്റ വാല്യൂസ് V1 dash will get same value. ഓക്കെ, V1 ഡാഷിന് എന്തായിരിക്കും? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അതിൽ എന്ത് ചെയ്യുന്നില്ല? അവിടെ മാറുന്നില്ല. ഓക്കെ, രണ്ട് കേസിൽ ഫോർവേഡ് ഡയറക്ഷനിലായിരുന്നാലും ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരുന്നാലും എന്തായിരിക്കും? സെയിം ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്.
അതായത് ലാബോറട്ടറി സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വെലോസിറ്റി, ഈ ഒരു വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫോർവേഡിലോട്ട് വരാം. V1 ഒന്നുകിൽ ഫോർവേഡിലോട്ട് പോവാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്വേഡിലോട്ട് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് നമുക്ക് രണ്ട് വാല്യൂസ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഫോർവേഡ് ആണെങ്കിലും ബാക്ക്വേഡ് ആണെങ്കിലും സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ നോക്കുന്ന സമയത്ത് വെലോസിറ്റീസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഫോർവേഡ് മൂവ്മെന്റ് ആയാലും ബാക്ക്വേഡ് മൂവ്മെന്റ് ആയാലും അവിടെ വെലോസിറ്റീസ് എന്തായിരിക്കും, രണ്ടും നമുക്ക് അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, ഇതില് ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആണ്. നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നോക്കുക, ഇവിടെ ഇപ്പോൾ ഈ V1 ഡാഷിന്റെ വാല്യൂ, ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള ഈ V1 ഡാഷിന്റെ വാല്യൂ, ഇവിടുത്തെ V1 ഡാഷും രണ്ടും സെയിം ആണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, കണ്ടോ, രണ്ടും റേഡിയസ് ആണ്, ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന പോലെ കൊടുക്കുന്ന ഈ ഒരു V1 എന്ന് പറയുന്നത്, അതായത് ഫോർവേഡ് V1 വാല്യൂ ബാക്ക്വേഡ് V1 വാല്യൂസ് എന്ത് ചെയ്യാം, അവിടെ ഡിഫറൻസ് വരാം. അതിലെപ്പോഴും ഈ ഒരു V1F എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ V1 ഫോർവേഡിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, V1B യെ കാട്ടിയും കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് V1F വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ V1B. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്താൽ മതി. ഈ ഒരു ഫിഗർ വരച്ചതിന് ശേഷം ഇതുപോലത്തെ എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. കാരണം ആൻസർ കീ നോക്കുന്ന സമയത്ത് ഇത് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുക. അവിടെ നമുക്ക് ഒരു സെക്കൻഡ് കേസ് ആയിട്ട് V1 ഡാഷിന്റെ വാല്യൂ വിച്ച് ഇസ് ലെസ് ദാൻ V ആണെങ്കിൽ, ഓക്കെ, കേസ് 2, ദാറ്റ് ഈസ് V1 ഡാഷ് ലെസ് ദാൻ V, ഇതാണല്ലോ കേസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഫിഗർ ഡ്രോ ചെയ്യണം. അപ്പോൾ അതിൽ ഫൈയുടെ വാല്യൂ, സോറി, O ഡാഷിന്റെ വാല്യൂ ഔട്ട്സൈഡ് സർക്കിൾ വരും. ആൻഡ് ഒരു ഫൈവ് വാല്യൂസിന് രണ്ട് തീറ്റ വാല്യൂസ് വരും. കാരണം അവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള വെലോസിറ്റീസ് പോസിബിൾ ആണ്. ഒന്നുകിൽ ഫോർവേഡ് മോഷൻ വരാം, ഇല്ലെങ്കിൽ ബാക്ക്വേർഡ് മോഷൻ വരാം. അങ്ങനെയാണെങ്കിൽ രണ്ട് തീറ്റ വാല്യൂസ് വരും. പക്ഷെ രണ്ട് തീറ്റ വാല്യൂസ് വന്നു കഴിഞ്ഞാലും സെന്റർ ഓഫ് മാസിന്റെ കേസിലുള്ള വെലോസിറ്റീസ് എന്ത് തന്നെയാണ്, രണ്ടും നമുക്ക് അവിടെ സെയിം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കിട്ടുന്നത്. ഓക്കെ, അല്ല ഈ ഒരു V1F വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ V1B ആണെന്നും കൂടി എന്ത് ചെയ്യണം, അവിടെ പറയണം. ഇതില് ഈ ഒരു രണ്ട് വെലോസിറ്റീസിന്റെ ഡിഫറൻസ്, ഓക്കെ, രണ്ട് വെലോസിറ്റികൾ ഉണ്ടല്ലോ ഇതിനകത്ത്, V1 എന്ന് വെച്ചിട്ട് V2, രണ്ട്, സോറി, V1F V1B, രണ്ട് വെലോസിറ്റീസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ വെലോസിറ്റീസിനെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഫൈ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ആണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റീസ് ആർ ഡിപ്പെൻഡഡ് ബൈ ദ വാല്യൂ ഓഫ് ദ ഫൈ. ഈ ഫൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോസ് സെക്ഷൻ ആംഗിൾ എന്ത് ചെയ്യാം, അവിടെ അതിനെ ഡിപ്പെൻഡൻസി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു റിലേഷൻ ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ V1 V1 ഡാഷ് ആൻഡ് B. ഓക്കെ, ഇതിന്റെ റിലേഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ആ ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, പിക്ടോറിക്കലി അല്ലെങ്കിൽ ഗ്രാഫിക്കലി, നമുക്ക് ജോമെട്രിക്കലി എന്ത് ചെയ്യാം, അതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഫിഗറും വരയ്ക്കാനായിട്ട് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ഫിഗറും തൊട്ട് മുമ്പേ പറഞ്ഞ ഈ ഒരു ഫിഗർ. ഓക്കെ, രണ്ട് ഫിഗറും എളുപ്പമാണ്. ഫിഗർ വേറെ ഒന്നുമില്ല, വെലോസിറ്റീസ് കാണിക്കുക. കണ്ടു, ഇവിടെ നമുക്ക് ഒറ്റ വെലോസിറ്റി വന്നിട്ടുള്ളൂ V1 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പുറത്ത് വന്ന സമയത്ത് എന്ത് ചെയ്തു, രണ്ട് വെലോസിറ്റീസ് വന്നു. അതൊന്ന് ഫോർവേഡും മറ്റൊന്ന് ബാക്ക്വേഡ്. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു രണ്ട് തീറ്റ വാല്യൂസ് വരും, ഒന്ന് ഫോർവേഡും മറ്റൊന്ന് ബാക്ക്വേഡ് തീറ്റയും. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഇതിന്റെ വെലോസിറ്റികളുടെ ഒരു റിലേഷൻസ് ആണ്. ഓക്കെ, വെലോസിറ്റി ഇതിപ്പോൾ ജസ്റ്റ് കമ്പാരിസൺ. ഓക്കെ, ഒരു ഒറ്റ ടോപ്പിക് തന്നെയാണ്, പിന്നെ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും നീട്ടി പോകേണ്ടി വരുന്നത്. അതായത് ലാബ് സിസ്റ്റത്തിന്റെയും സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് മെയിൻലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റിലേഷൻഷിപ്പ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം ആൻഡ് ലാബ് സിസ്റ്റം. അങ്ങനെയാണ് ഒരു ടോപ്പിക്കിന്റെ മെയിൻ ഹെഡിങ് ആയിട്ട് വരേണ്ടത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ V1 ഡാഷ് V ഓഫ് ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി സിസ്റ്റം. അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം, അതിന്റെ വെലോസിറ്റികളുടെ ഒരു റിലേഷൻ, ഒരു ഇക്വേഷൻ വൈസ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് നോക്കാം. ഇതിൽ മെയിൻലി നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേഷൻ ബിറ്റ്വീൻ തീറ്റ ആൻഡ് ഫൈ എന്ന രീതിയിലൊരു ഇക്വേഷൻ റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഇൻ ലാബ് സിസ്റ്റം ആൻഡ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം, അത് കുറച്ച് നോക്കി വെച്ചിരിക്കണം. കാരണം അതിന് നമുക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ, അതായത് ഇപ്പോഴെന്നല്ല, ന്യൂക്ലിയർ ഫിസിക്സിലും അപ്പോഴൊക്കെ നമുക്ക് വീണ്ടും നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇതായി. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളിഷനിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തില്ല, പക്ഷെ അവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ക്രോസ് സെക്ഷൻ ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, വെലോസിറ്റിയുടെ ഇക്വേഷൻസ് നോക്കാം. ഓക്കെ, ഇക്വേഷൻ ഫോർ വെലോസിറ്റി. ഇക്വേഷൻ ഫോർ വെലോസിറ്റി.
അപ്പോൾ നമ്മൾ എടുക്കുന്നതിൽ ഇവിടെ ആർ എന്ന് പറയുന്ന ഒരു റേഡിയസ് വെക്റ്റർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു റേഡിയസ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെന്റർ ഓഫ് മാസ് സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ കണക്ട് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ലെങ്തിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലെങ്ത് നമുക്ക് റേഡിയസ് വെക്റ്റർ എന്നൊക്കെ പറഞ്ഞ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ ലാബ് സിസ്റ്റം. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഒരു ലാബ് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ റേഡിയസ് വെക്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഡിയസ് വെക്റ്റർ അതാണെങ്കിൽ നമുക്ക് പിന്നെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, M1 M2 എന്ന രീതിയിൽ നമുക്ക് രണ്ട് പാർട്ടിക്കിൾസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഒരു ഫിഗർ കൂടി വരച്ചിരിക്കുക ഇവിടെ. അപ്പോൾ M1 എന്ന് പറയുന്ന ഒരു മാസ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ M2 എന്ന് പറയുന്ന മറ്റൊരു മാസ് കൂടി ഇരിപ്പുണ്ട്. ഓക്കെ, M2. അപ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ വരും, ഈ ഒരു പോയിന്റിലായിരിക്കും സെന്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഇതാണ് ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്നും M1 വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് അവിടെ R1 എന്ന് മാർക്ക് ചെയ്യാം. ആൻഡ് ഒറിജിനിൽ നിന്ന്, ഓക്കെ ഇതാണ് ഒറിജിൻ കേട്ടോ, ഒറിജിനിൽ നിന്ന് നമുക്ക് M2 വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, R2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്റർ ഓഫ് മാസും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ R ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് വെക്ടർ ഓഫ് ദ സെന്റർ ഓഫ് മാസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലാബ് സിസ്റ്റത്തിൽ റേഡിയസ് വെക്ടർ നമ്മൾ അവിടെ R എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, സെന്റർ ഓഫ് മാസ് വഴി റിലേറ്റ് ചെയ്ത ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിരുന്നു. സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ ഒരു വാല്യൂ ആയിരുന്നു M1 R1 പ്ലസ് M2 R2. ഓക്കെ, M2 R2 ഈസ് ഈക്വൽ ടു എന്ന് നേട്ടം. ഇത് നമ്മൾ എഴുതി വരുന്ന സമയത്ത് നമുക്കിവിടെ M1 പ്ലസ് M2 എന്ന് വരും. ഓക്കെ, M1 പ്ലസ് M2 എന്ന് വരും. അതായത് ഈ R1 പ്ലസ് R2 നമുക്ക് എന്ത് ചെയ്യാം, R1 പ്ലസ് R2 നമുക്ക് അവിടെ ക്യാപിറ്റൽ R എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, R1 പ്ലസ് R2 നമ്മളിവിടെ ക്യാപിറ്റൽ R എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് മാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇത് റിസൾട്ടന്റ് വെക്ടർ ആണ് കേട്ടോ, ഇതിന്റെ രണ്ട് റിസൾട്ടന്റ് വെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് R1 പ്ലസ് R2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ M1 പ്ലസ് M2 രണ്ട് പാർട്ടിക്കിൾസിന്റെ മാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, ക്യാപിറ്റൽ M ഇൻറ്റു R എന്ന രീതിയിലായിട്ട് എന്ത് ചെയ്യും, ഇതവിടെ കൺവേർട്ട് ആവും. ഓക്കെ, ക്യാപിറ്റൽ M ഇൻറ്റു R എന്ന രീതിയിൽ എന്ത് ചെയ്തു, ഇതവിടെ കൺവേർട്ട് ആയി. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എന്താണ്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറയാം. ഈ R എന്ന് പറയുന്ന R2 എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. അപ്പോൾ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ X എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് അവിടെ വെലോസിറ്റി കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി കിട്ടും. ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും അവിടുത്തെ ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇക്വേഷനിലോട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇരിക്കുന്നത് ഈ ഒരു ഇടയ്ക്കുള്ള ഇത് പോയിട്ട് ഈസ് ഈക്വൽ ടു M ഇൻറ്റു R എന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, M ഇൻറ്റു R, ക്യാപിറ്റൽ M ഇൻറ്റു R എന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഡോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഡിഫറൻഷിയേഷൻ ആയിക്കൊള്ളും. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ മാസ് നമുക്ക് ഡിഫറൻഷിയേഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്, മാസ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷൻ എഴുതുവാണ്. നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് M1 U1. ഓക്കെ, M1 U1 പ്ലസ് M2 U2. Okay, M1 U1 plus M2 U2 will be equal to M into ക്യാപിറ്റൽ V എന്ന് കിട്ടും. ഓക്കെ, കാരണം ഇത് ക്യാപിറ്റൽ R ആണ്, അതേസമയം എന്ത് ചെയ്തു, ക്യാപിറ്റൽ V റിസൾട്ടന്റ് വെലോസിറ്റി എന്ന രീതിയിൽ ക്യാപിറ്റൽ V എന്നാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ലാബ് സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ലാബ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് രണ്ടാമത്തെ പാർട്ടിക്കിൾ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു M1 എന്നുള്ള മാസുള്ള ഒരു ഒബ്ജക്റ്റും ഉണ്ട്, M2 എന്ന് പറയുന്ന മാസുള്ള ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, M1 ഒബ്ജക്റ്റും ഉണ്ട്, M2 ഉണ്ട്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്തത്, M2 വന്ന് ഹിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ M2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്താണ്, ഇത് അവിടെ റെസ്റ്റിലാണ്. ഓക്കെ, അതായത് U2, ഇത് നമുക്ക് U1 എന്ന് പറയാം, ഇതവിടെ U2 എന്ന് പറയാം. U2ന്റെ വെലോസിറ്റി എത്രയായിരുന്നു, 0 ആണ്. കാരണം എന്താണ്, M2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റിംഗ് പൊസിഷൻ. ഓക്കെ, റെസ്റ്റ് ഇരുന്ന കാര്യത്തിൽ, ഇപ്പോൾ റെസ്റ്റ് ഇരുന്ന ഒരു ഒബ്ജക്റ്റിലാണ് എന്ത് ചെയ്തത്, M1 വന്ന് ഹിറ്റ് ചെയ്തത്. അത് ലാബ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, സെന്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ രണ്ടിലും വെലോസിറ്റീസ് ഉണ്ട്. ഓക്കെ, രണ്ടിലും ഇനിഷ്യൽ വെലോസിറ്റീസും ഫൈനൽ വെലോസിറ്റീസും ഉണ്ട്. പക്ഷേ ഇവിടെ ലാബ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം നോക്കുമ്പോൾ, ലാബ് സിസ്റ്റം ആണ് നോക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു M2 മാസിന്, ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ലാബ് സിസ്റ്റത്തെ കുറിച്ചാണ് കേട്ടോ. ലാബ് സിസ്റ്റം നോക്കുമ്പോൾ
M2 എന്തില്ല, വെലോസിറ്റി ഇല്ല. സോ നമുക്കവിടെ U2 എന്തായിട്ട് പോകും, U2 വിൽ ചേഞ്ചസ് ടു 0. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, U2ന്റെ വാല്യൂ, ഓക്കെ, U2ന്റെ വാല്യൂ നമുക്കവിടെ 0 ആയിട്ട് പോകും. ഓക്കെ, U2 വിൽ ബി ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഈ ടേം എന്താവും, M2ന്റെ ടേം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതവിടെ 0 ആയിട്ട് പോകും. ബാക്കി എന്ത് മാത്രമേ വരത്തുള്ളൂ, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് M1 U1 ഈസ് ഈക്വൽ ടു M ഇൻറ്റു വി എന്നായിട്ട് മാറും. ഓക്കെ, M ഇൻറ്റു വി എന്നായിട്ട് മാറും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഈ ഒരു വാല്യൂ നോക്കുമ്പോൾ ഈ ഒരു ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്തായിരുന്നു, M1 പ്ലസ് M2 ആണ് കേട്ടോ. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് M1 പ്ലസ് M2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു U1ന്റെ വാല്യൂ നമുക്ക് എന്തെടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് U1ന്റെ വാല്യൂ അല്ല, നമുക്ക് വിയുടെ വാല്യൂ എടുക്കാം. ഓക്കെ, വെലോസിറ്റി എടുക്കാം, ടോട്ടൽ വെലോസിറ്റി. അപ്പോൾ ടോട്ടൽ വെലോസിറ്റി ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് V is equal to, okay, total velocity V is equal to M1 U1 divided by M, capital M, okay, which will be equal to M1 U1 divided by M1 plus M2, okay, M1 plus M2 എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കിട്ടിയ വെലോസിറ്റിയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാബ് സിസ്റ്റം യൂസ് ചെയ്ത് കിട്ടിയ വെലോസിറ്റിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ V ആയിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ലാബ് സിസ്റ്റം യൂസ് ചെയ്തെടുത്ത വെലോസിറ്റി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് സെന്റർ ഓഫ് മാസ് സിസ്റ്റം എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഇനി സെന്റർ ഓഫ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ CM സിസ്റ്റം നോക്കുമ്പോൾ രണ്ടിനും എന്തുണ്ട്, വെലോസിറ്റീസ് ഉണ്ട്. ഓക്കെ, CM സിസ്റ്റം നോക്കുന്ന സമയത്ത് ഇനിഷ്യലിയും ഫൈനലിയും രണ്ട് പാർട്ടിക്കിൾസിനും മാസ് M1നും M2നും എന്തുണ്ട്, വെലോസിറ്റീസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യുവിന്റെ വാല്യൂ ഉണ്ട്, വിയുടെ വാല്യൂ ഉണ്ട്. കാരണം ഇനിഷ്യലിയും വെലോസിറ്റി ഉണ്ട്, ഫൈനലി എന്ത് ചെയ്യുന്നു, വെലോസിറ്റി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു ലീനിയർ മൊമെന്റം എന്താണ്, 0 ആണ്. ഓക്കെ, കാരണം ഇവിടെ എന്ത് ചെയ്യാണ്, ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് കൊളൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലീനിയർ മൊമെന്റം എന്തായിരിക്കും, ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കാറ്ററിംഗ് ഇവിടെ കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ കൺസേർവ്ഡ് ആണെങ്കിൽ അത് എന്തായിരിക്കണം, ചേഞ്ച് ഇല്ല. ഓക്കെ, ചേഞ്ച് ലീനിയർ മൊമെന്റം അവിടെ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ കേസ് വെച്ചുകൊണ്ട് ദാറ്റ് ഈസ് M1 U1, ഓക്കെ, M1 U1 പ്ലസ് M2 U2, okay, M2 U2 which will be equal to 0 ആയിരിക്കും. and this will be equal to എന്തിന് ഈക്വൽ ആയിരിക്കും, ഇനിഷ്യൽ വാല്യൂസിന്, ഓക്കെ, സോറി, ഫൈനൽ വാല്യൂസിന് എന്തായിരിക്കും, ഇതിവിടെ ഈക്വൽ ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു M1 V1 ഡാഷ്, ഇത് ഡാഷ് ഉണ്ട് കേട്ടോ, കാരണം സെന്റർ ഓഫ് മാസ് സിസ്റ്റം എന്ന് അറിയിക്കണമല്ലോ, അതുകൊണ്ടാണ് ഡാഷ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലബോറട്ടറി സിസ്റ്റത്തിന് നമ്മൾ നോർമലി V1 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, M1 V1 ഡാഷ് പ്ലസ് M2 V2 ഡാഷ് എന്നാണ് എന്ത് ചെയ്തത്, നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇക്വേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം ഒന്ന് എടുക്കാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് മൈനസ് U1 ഡാഷ്, ഓക്കെ, മൈനസ് U1 ഡാഷ് ഡിവൈഡഡ് ബൈ U2 dash, okay, minus U1 dash divided by U2 dash, which will be equal to M2 by M1, okay, M2 by M1, which will be equal to നമ്മൾ M1 വെച്ച് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് അങ്ങനെയാണ് ഇത് വരുന്നത്. മൈനസ് U1 dash by U2 dash എന്നും വിച്ച് വിൽ ബി ഈക്വൽ ടു M2 by M1, which will be equal to minus V1 dash by V2 dash, okay, V1 dash divided by V2 dash എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിൽ ഈ നെഗറ്റീവ് സൈൻ കാണിച്ചിട്ടുള്ളത് ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്, ഈ നെഗറ്റീവ് സൈൻ അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വരുന്നത്. നമ്മൾ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ ഒന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വെലോസിറ്റീസ് എന്ത് ചെയ്യുന്നു, സോറി, തിരിച്ചാണ്. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, വന്ന് കൊളൈഡ് ചെയ്യുന്നു, പരസ്പരം എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുവാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ രണ്ട് ആംഗിൾസിലായിട്ട് ഇവർ സ്കാറ്റർ, തീറ്റ ആംഗിൾസിലായിട്ട് എന്ത് ചെയ്യും, ഇവർ സ്കാറ്റർ ചെയ്ത് പോകും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മൈനസ് സൈൻ വരുന്നത്. ഇത് നമ്മൾ ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടും കേട്ടോ. ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മളൊന്ന് റീഅറേഞ്ച് എടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഈ ടേംസിലോട്ട് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സൈൻ കാണിച്ചിട്ടുള്ള ഇവരെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. U1 ഡാഷും അതുപോലെ U2 ഡാഷും
ദെൻ V1 ഡാഷും V2 ഡാഷും എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഇവരിവിടെ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ ഇതിൽ കൈനറ്റിക് എനർജി ടേമും എന്താണ്, കൺസേർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മൊമെന്റം കൺസേർവ് പറഞ്ഞു, മാസ് ഇൻറ്റു വെലോസിറ്റി, അതാണ് മൊമെന്റം. ഓക്കെ, രണ്ട് മൊമെന്റം അതാണ് നമ്മൾ സീറോ നിൽക്കുകയായിരിക്കും. ഇത് മൊമെന്റം ടേം ആണ്, ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞില്ല, ഇതെന്താണ് മൊമെന്റം ആണ്. ഓക്കെ, P is equal to ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇതല്ലേ, P is equal to m into v. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പോൾ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇക്വൽ ടു സീറോ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക, ഇത് മൊമെന്റം ടേം ആണ് കേട്ടോ. നമുക്ക് എഴുതി കഴിഞ്ഞാൽ P1 ഡാഷ് P2 ഡാഷ് കൊടുക്കാം. ഓക്കെ, ഇനിഷ്യൽ മൊമെന്റം അതുപോലെ ഫൈനൽ മൊമെന്റം വേറെ ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മൊമെന്റം ടേം ആണ്, ഈക്വൽ ടു സീറോ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു, കാരണം ചേഞ്ച് ഇല്ല എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, കൈനറ്റിക് എനർജി അവിടെ ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഹാഫ് m2 സോറി m2 അല്ല m1, ഹാഫ് m1 u1 dash square. Okay, u1 dash square plus half into m2 u2 dash square, which will be equal to എന്തായിരിക്കും, half into m1 v1 dash square plus half into m2 v2 dash square. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കൈനറ്റിക് എനർജി കൺസർവേഷൻ എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെ ഈ ഒരു minus u1 dash by u2 dash is equal to minus v1 dash by v2 dash ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് വാല്യൂസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന് ഇക്വേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കൈനറ്റിക് എനർജി ഇക്വേഷനിൽ ഇവിടെ നമുക്ക് ഈ u1ന്റെ വാല്യൂ, ഓക്കെ, u1ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, u2ന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ u1ന്റെ വാല്യൂ നമുക്ക് u2ന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇവിടെ നമുക്ക് u1ന്റെ വാല്യൂ ദാറ്റ് ഈസ് u1 ഡാഷ് വിച്ച് വിൽ ബി ഈക്വൽ ടു u2 ഡാഷ് ഇൻറ്റു m2 ബൈ m1 എന്ന് കൊടുക്കണം. ഓക്കെ, m2 ബൈ m1 എന്ത് ചെയ്യണം, നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇത് u1ന്റെ വാല്യൂ ആണ്, u1 ഡാഷിന്റെ വാല്യൂ ആണ്, ഇവിടെ എന്ത് ചെയ്യണം, സ്ക്വയർ ടേം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേമിന് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ടേമിലോട്ട് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, u1 ഡാഷിന്റെ വാല്യൂ ഇവിടെ നിന്ന് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ ദ ടേംസ് ഓഫ് u2ന്റെ ടേംസിൽ u1ന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അടുത്ത ടേം ആണ് നമുക്കിവിടെ v1ന്റെ വാല്യൂ, കണ്ടോ ഈ v1 വാല്യൂ. അപ്പോൾ ഈ v1ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിൽ നിന്നും v1ന്റെ വാല്യൂ നമുക്ക് v2ന്റെ ടേംസിലോട്ട് എടുക്കണം. അപ്പോൾ v1ന്റെ വാല്യൂ v2ന്റെ ടേംസിലോട്ട് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് v1 dash which will be equal to, we are getting എന്താ കിട്ടുന്നത്, that is v2 dash into m2 by m1. ഓക്കെ, m2 by m1 എന്ന് അവിടെ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ടൊന്ന് കൈനറ്റിക് എനർജി ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. കൊടുക്കുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു m1, ഇവിടെ സ്ക്വയർ അല്ലേ, ഈ ടേമിന് കംപ്ലീറ്റ് എന്ത് ചെയ്യേണ്ടി വരും, സ്ക്വയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് u2 ഡാഷ് സ്ക്വയർ m2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് m1 ആണ്, m1 സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു ടേം കംപ്ലീറ്റ് അങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു m1 ക്യാൻസൽ ചെയ്യാൻ പറ്റും, ബാക്കി പിന്നെ ഈ ഒരു ടേം അതുപോലെ ഉണ്ട്, പ്ലസ് ഹാഫ് ഇൻറ്റു m2 u2 ഡാഷ് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ ഇതേപോലെ ടേം വരും. ഓക്കെ, ഈ ഒരു സൈഡിൽ ഇതേപോലത്തെ ടേം വരും, ഹാഫ് ഇൻറ്റു m1 v2 ഡാഷ് സ്ക്വയർ m2 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1. ഓക്കെ, m1 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്വയറും ഈ ഒരു m1 ക്യാൻസൽ ചെയ്യാം, പ്ലസ് ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 ഡാഷ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ടേം.
അപ്പോൾ രണ്ടിടത്തും നമുക്കിനി കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം നമ്മൾ ഔട്ട്സൈഡ് എടുക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? അവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ളത് എന്താണ്? u2 ഡാഷ് സ്ക്വയർ കോമൺ ആണ്. ഓക്കെ. അപ്പോൾ u2 ഡാഷ് സ്ക്വയർ നമുക്ക് കോമൺലി ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ. u2 ഡാഷ് സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തു. ഇൻറ്റു m2 സ്ക്വയർ ഡിവൈഡ് ബൈ 2m1. ഓക്കെ. 2m1. ഈ ഒരു 2ഉം ഈ ഒരു m1ഉം പ്ലസ് ബാക്കി എന്താ വരുന്നത്? ബാക്കി വരുന്നത് ഇവിടെ നമുക്കൊരു m2/2 ഉണ്ട്. m2/2 ഉണ്ട്. ഓക്കെ. ഇവിടെ ഒരുപാട് 2ഉം ഡാഷ് ഒക്കെ വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കല്ല. അത് ടെക്സ്റ്റ് കൂടി നോക്കുക. ടെക്സ്റ്റ് അല്ലാതെ കാര്യം ഞാൻ പറയുന്നത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഡാഷും ഇതൊക്കെ വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. സ്ക്വയറും ടേം ഒക്കെ. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റിലൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടാം? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് u2 ഡാഷ് സോറി v2 ഡാഷ് സ്ക്വയർ ഇൻറ്റു m2 സ്ക്വയർ divided by 2m1 plus m2/2. ഓക്കെ. m2/2 കിട്ടും. ഓക്കെ. ഇതാണ് നമുക്ക് അവിടെ കിട്ടിയ വാല്യൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് കേട്ടോ. ഈ ടേമും ഈക്വൽ ആണ്. ഇത്രയും ടേം ഈ ഒരു ടേം രണ്ടിടത്തും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻസലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് u2 ഡാഷ് സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു v2 dash square. Okay, u2 dash square which will be equal to v2 dash square ആണ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ തൊട്ട് മുൻപേ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ഒരു റിലേഷൻ ഉണ്ടോ? ഇത് നമുക്ക് ഇക്വേഷൻ എ എന്ന് വിളിക്കാം. ഓക്കെ. ഇക്വേഷൻ എ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇക്വേഷൻ ബി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എയും ബിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് u1 dash which will be equal to v1 dash ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് u2 dash which will be equal to v2 dash ആയിരിക്കും. അതായത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഒന്നാമത്തെ മാസ് m1 മാസുള്ള പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u1ഉം ഫൈനൽ വെലോസിറ്റി v1ഉം ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി m2 മാസുള്ള ഒരു ഒബ്ജക്റ്റിന്റെ m2 മാസുള്ള ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി എന്ത് ചെയ്തു? അവിടെ ഈക്വൽ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും കിട്ടുന്നത്? അവിടുത്തെ വെലോസിറ്റീസ് എപ്പോഴും നമുക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ ആർ ഈക്വലന്റ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ. ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വരാം. പക്ഷെ അവരുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും നമുക്ക് അവിടെ ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെ. അത് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിത് പറയുന്നത്. അപ്പോൾ ലബോറട്ടറി സിസ്റ്റം ആയിരുന്നു നമുക്ക് എന്താ കിട്ടുന്നത്? ലബോറട്ടറി സിസ്റ്റം ആവുന്ന സമയത്ത് നമുക്ക് അവിടെ u2 വാല്യൂ ഇല്ല. കാരണം ഒന്ന് റെസ്റ്റിലാണ്. ഓക്കെ. u2 വാല്യൂ ഇല്ല. പിന്നീടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്ത് എന്താണ്? അതായത് രണ്ടും ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിസൾട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേഷൻ ഫോർ വെലോസിറ്റീസ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ഈ രണ്ട് ഇക്വേഷൻസും കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക. ഇതിപ്പോൾ നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ എന്ന് ചോദിച്ചു എഴുതണം. ഓക്കെ. വെലോസിറ്റിയുടെ റിലേഷൻസ് ചോദിച്ച് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. വേറൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഈ ഒരു നേരത്തെ പറഞ്ഞ ഈ ഒരു ഫിഗർ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സെന്റർ ഓഫ് മാസിൽ ഈ ഒരു ഫിഗർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക. നമ്മളത് കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞൊരു ഫിഗർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലബോറട്ടറി സിസ്റ്റത്തിന്റെ വെലോസിറ്റി എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യണം. അത് v എന്ന് പറയുന്ന വെലോസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത് ലബോറട്ടറി സിസ്റ്റം. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യണം? സെന്റർ ഓഫ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്യണം. അപ്പോൾ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ ലീനിയർ മൊമെന്റം എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ കൺസേർവ്ഡ് ആണ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ലീനിയർ മൊമെന്റത്തിന് ചേഞ്ച് വരുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഇക്വേഷൻ അവിടെ കിട്ടും. അത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നോട്ട് ചെയ്യണം. അതിനുശേഷം കൈനറ്റിക് എനർജി എടുക്കണം. അതിനുശേഷം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മളിപ്പോൾ ഇക്വേഷൻ എ എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അവിടെ u1ന്റെ ടേംസിനെ അല്ല u2ന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. u2ന്റെ ടേംസിലോട്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ. കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ v1ന്റെ ടേംസ് എല്ലാം v2ലോട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് u1 dash is equal to v1 dash and u2 dash is equal to v2 dash ആണ്. ഓക്കെ.